സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം 6 16 മുതൽ വായിക്കുമ്പോൾ കർത്താവ് ഒരുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഇങ്ങനെയുള്ള കർത്താവിന് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന നാം ഓരോരുത്തരും ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവിടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവിന് ഇഷ്ടമല്ല. അത് കർത്താവ് വെറുക്കുകയാണ്. അത് ചെയ്യുന്നവനെ അത് ചെയ്യാതിരിക്കുവാൻ വേണ്ടി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങളാണ് നാം വായിച്ചത്. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഈ കാര്യങ്ങൾ, ദുഷ്ടത വിതയ്ക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ തിന്മകൾ നിരൂപിച്ചു കൂട്ടി സഹോദരന്മാർക്കിടയിൽ ഭിന്നത വിതയ്ക്കുകയും വ്യാജം പറയുകയും പ്രതികാര മനോഭാവത്തോടുകൂടി ഗർവ് കലർന്ന കണ്ണും ഇങ്ങനെയുള്ള തിന്മകൾ ചെയ്യുവാൻ ഒരു മനുഷ്യൻ ഒരുപക്ഷെ അവൻ്റെ ശരീരവും മനസ്സും വിട്ടുകൊടുത്തിട്ടുണ്ടാകും. ഇതെല്ലാം ദൈവം വെറുക്കുന്നു. നാം ഓരോരുത്തരും ഇതിൽ നിന്നും, ഈ സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ തന്നെ വിടുവിക്കുവാൻ നാം ഓരോരുത്തരും പ്രാപ്തരാകേണ്ടിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 40 അവസാന വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ മനുഷ്യരും ഇങ്ങനെയുള്ള പാപങ്ങളെ വെറുത്ത് അവയിൽ നിന്ന് മോചിതരായി ശക്തി പ്രാപിച്ച് ഈ പാപങ്ങളെ വെറുത്തുകൊണ്ട് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയർന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഓരോ മക്കളും കടന്നു ചെല്ലുവാൻ അവന്റെ ഹൃദയങ്ങളെ സജ്ജമാക്കുവാൻ കഴിയും. കർത്താവിൽ ആശ്രയിക്കുന്നവർക്കാണ് ഇത്തരം മ്ലേച്ഛമായ പാപ സാഹചര്യങ്ങളെ, ഗർവ്വകലർന്ന കണ്ണുകൾ, വ്യാജം പറയുന്ന അധരങ്ങൾ, തിന്മയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഹൃദയങ്ങൾ, സഹോദരന്മാർക്കിടയിൽ വഴക്കുണ്ടാക്കുന്ന സ്വഭാവങ്ങൾ, ഭിന്നത വിതയ്ക്കുന്ന ഓരോ പ്രവൃത്തികൾ, ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം വേണം. അങ്ങനെയെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുക. പ്രാർത്ഥനയിൽ കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ മക്കളും ഇത്തരം പാപ സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിച്ച് സ്വയം പ്രാപ്തരായി കഴുകന്മാരെ പോൽ ചിറകടിച്ചുയരുന്ന വലിയ ദൈവാനുഭവത്തിൽ നിറയുവാൻ, ഓരോ മക്കളെയും വീണ്ടും ജനിക്കുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ, ഓരോ പ്രാർത്ഥനയിലും ശക്തി പ്രാപിച്ചുകൊണ്ട് ചിറകടിച്ചുയരുവാൻ കഴിയട്ടെ. ആയതിനു വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ മക്കളെയും ശക്തി പ്രാപിക്കുവാൻ അനുഗ്രഹിക്കട്ടെ, നിറയട്ടെ, അവിടുന്ന് നയിക്കട്ടെ. ഹല്ലേലൂയ.